എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. +1 പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുകളും അവയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അലോട്ട്മെൻറ്റുകളിൽ പ്രധാനമായും ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ, അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റുകളൊക്കെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിരിക്കാം. ഇതിലാദ്യത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പ്രധാന അലോട്ട്മെൻറ്റുകളായ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് മുൻപ് പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ ഓൺലൈനായി കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുവാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ ഓപ്ഷൻസ് തിരുത്തുവാൻ സാധിക്കും. സബ്ജക്റ്റ് കോമ്പിനേഷനും സ്കൂളും ഒക്കെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, പേര് തുടങ്ങിയവ ഒഴിച്ച് കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ബോണസ് പോയിൻറ്റിനുള്ള കോളംസ് തുടങ്ങിയവയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ എഡിറ്റ് ചെയ്യുവാൻ അനുവദിച്ചിരുന്നു. എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച വീഡിയോ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾ പ്രിൻ്റ് എടുക്കുകയോ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഒന്നാം അലോട്ട്മെൻറ്റാണ്. വിദ്യാർത്ഥി കൊടുത്ത ഓപ്ഷനുകളിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലഭിക്കുകയാണെങ്കിൽ അത് ലഭിച്ച സ്കൂളിൽ സ്ഥിര നിയമനം നേടുകയാണ് വേണ്ടുന്നത്. ഫീസ് അടച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നൽകി സ്ഥിര നിയമനം നേടണം. അതോടുകൂടി ഒന്നാം ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ലഭിച്ച വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താകുന്നതുമാണ്. ഒന്നാം ഓപ്ഷൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥിയുടെ താഴേക്കുള്ള ഓപ്ഷനുകളെല്ലാം അതോടുകൂടി ക്യാൻസലാവുകയും ചെയ്യും. എന്നാൽ വിദ്യാർത്ഥിക്ക് ഒന്നാം ഓപ്ഷൻ ലഭിക്കാതെ താഴ്ന്ന ഓപ്ഷനാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5 ഓപ്ഷനുണ്ട്, 5ാമത്തെ ഓപ്ഷനാണ് ഉദാഹരണത്തിന് ലഭിച്ചതെന്നുണ്ടെങ്കിൽ ആ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ച സ്കൂളിൽ താൽക്കാലിക പ്രവേശനം നേടുകയാണ് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ താഴ്ന്ന ഓപ്ഷനുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥിക്ക് ഉയർന്ന ഓപ്ഷനുകളിൽ സെലക്ഷൻ കിട്ടുന്നതുവരെ മറ്റ് അലോട്ട്മെൻറ്റുകൾക്കായി വെയിറ്റ് ചെയ്യാം. താൽക്കാലിക പ്രവേശനം നേടുന്ന സമയത്ത് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ താൽക്കാലിക പ്രവേശനം നേടുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ടി വരും. പിന്നീട് മെച്ചപ്പെട്ട ഓപ്ഷൻ ലഭിക്കുമ്പോൾ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്നും അസൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി പുതിയ സ്കൂളിൽ നൽകി പ്രവേശനം നേടുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതുവരെ, സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതുവരെ ഈ താൽക്കാലിക പ്രവേശനത്തിൽ തുടരുകയും ചെയ്യാം. ഈ സമയത്തൊക്കെ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നൽകിയിരിക്കണം. ഇനി താഴ്ന്ന ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ച ശേഷം അഡ്മിഷൻ സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഉയർന്ന ഓപ്ഷനുകൾ റദ്ദ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രവേശനം നേടുന്ന ദിവസം തന്നെ പ്രിൻസിപ്പലിനെ രേഖാമൂലം അപേക്ഷ കൊടുത്ത് ഉയർന്ന ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യിക്കേണ്ടതാണ്. ഉയർന്ന ഓപ്ഷനുകളിൽ ഏതാനും സബ്ജക്റ്റ് കോമ്പിനേഷൻ മാത്രമായിട്ടും റദ്ദ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഉയർന്ന ഓപ്ഷനുകൾ റദ്ദ് ചെയ്യാത്തവർ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ മുകളിലുള്ള ഓപ്ഷനുകളിൽ ഒന്ന് ലഭിച്ചാൽ നിർബന്ധമായും പുതിയ അലോട്ട്മെൻറ്റ് സ്വീകരിക്കണം. പഴയത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, താൽക്കാലിക പ്രവേശനം നേടാതെ ഇരുന്നാലും ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും വിദ്യാർത്ഥി പുറത്താകുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ മുഖ്യ അലോട്ട്മെൻറ്റുകളായ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ കഴിയുന്നതോടെ താൽക്കാലിക നിയമനം നേടിയവർ, താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്നവർ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടണം. ഇങ്ങനെ മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാലുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ്. നിലവിലുള്ള ഒഴിവുകളെ അടിസ്ഥാനമാക്കിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ വരുന്നത്. ഈ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ പുതുക്കി നൽകേണ്ടി വരും.